വെൽക്കം ടു മൈ ചാനൽ. ഐ എം ഷെഫീത്ത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംപ്ലോയീസിന്റെ സാലറി ഡീറ്റെയിൽസ് എക്സലിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോസുകളിൽ നമ്മൾ ഇഫ് ഫംഗ്ഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എംപ്ലോയീസിന്റെ സാലറി ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. അപ്പൊ എംപ്ലോയീസിന്റെ സാലറി ഡീറ്റെയിൽസിനെയാണ് നമ്മൾ പേറോൾ എന്ന് പറയാം. അപ്പൊ ടാലിയിലൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നമ്മൾ വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് എക്സലിൽ എങ്ങനെയാണ് എംപ്ലോയീസിന്റെ സാലറി ഡീറ്റെയിൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ എംപ്ലോയീസിന്റെ നെയിം, അതുപോലെ തന്നെ ബേസിക് സാലറി, ഓവർ ടൈം ഹവർ, ഇതൊരു മാസം അവർ ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുള്ള ഹവർ ആണ് തന്നിട്ടുള്ളത്. പിന്നെ ഡേയ്സ് ഓഫ് പ്രസന്റ് തന്നിട്ടുണ്ട്. ഇനി HR, DA, TA, ഓവർ ടൈം സാലറി, PF, ഗ്രോസ് സാലറി, നെറ്റ് സാലറി ഒക്കെയാണ് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഹൗസ് റെന്റ് അലവൻസ് ആണ്. അപ്പൊ HR എങ്ങനെയാണ് കമ്പനി എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ തന്നിട്ടുണ്ട്. HR കൊടുക്കുന്നത് 10% ആണ്. ബേസിക് സാലറിയുടെ 10% ആണ് HR എന്ന് പറയുന്നത്. ഇതെല്ലാ എംപ്ലോയീസിനും സെയിം പെർസെന്റേജ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇനി എംപ്ലോയീസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിലൊക്കെ പെർസെന്റേജിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ വേണം ചെയ്യാൻ. ഇപ്പൊ ഞാനിവിടെ എല്ലാവർക്കും ഈ ഒരു പെർസെന്റേജ് വെച്ചിട്ടാണ് കേട്ടോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് HR കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ എന്നുള്ള സിമ്പിൾ കൊടുക്കുക. എന്നിട്ട് ബേസിക് സാലറിയുടെ 10% ആണ്. അപ്പൊ ബേസിക് സാലറിയുടെ സെല്ല് സെലക്ട് ചെയ്യുക. ഇൻറ്റു 10% ആണ് HR. ഒന്നെങ്കിൽ നമുക്കിവിടെ 10% സെല്ലിൽ കൊടുത്തുകൊണ്ട് ഈ സെല്ല് സെലക്ട് ചെയ്യാം. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് 10% എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആൻസർ വന്നിട്ടുണ്ട്. HR 1000 ആണ് വന്നിട്ടുള്ളത്. 10,000ന്റെ 10%. ബാക്കിയുള്ള എംപ്ലോയീസിന്റെ നമുക്ക് ഫില്ല് പോയിന്റ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്താൽ മതി. എല്ലാവരുടെയും ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇനി അടുത്ത നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് DA ആണ്. DA 8% ആണ്. ബേസിക് സാലറിയുടെ 8% ആണ്. ഈക്വൽ കൊടുക്കുക. ബേസിക് സാലറി ഇൻറ്റു 8% എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സെല്ല് സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 8% വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരുടേത് ഫില്ല് ചെയ്യാം. ദെൻ നെക്സ്റ്റ് TA ആണ്. ട്രാവലിംഗ് അലവൻസ് ആണ്. അപ്പൊ TA എന്ന് പറയുന്നത് 100 പെർ ഡേ ആണ്. അതായത് ഒരു ദിവസം 100 രൂപയാണ്. അപ്പൊ അവർ എത്ര ദിവസം വന്നു എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഡേയ്സ് ഓഫ് പ്രസന്റ് ഇൻറ്റു 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ TA കിട്ടും. അപ്പൊ ദെൻ ഈക്വൽ ടു കൊടുത്തു കഴിയുക. എന്നിട്ട് ഡേയ്സ് ഓഫ് പ്രസന്റ് സെലക്ട് ചെയ്യാം. ഇൻറ്റു 100 എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ TA വന്നിട്ടുണ്ട്. ബാക്കിയുള്ള എംപ്ലോയീസിൻ്റെതും ഫില്ല് ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഓവർ ടൈം സാലറി ആണ്. അപ്പൊ ഓവർ ടൈം ഹവർ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു മാസം ഓരോ എംപ്ലോയീസും ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുള്ള ഹവർ ആണ് ഈ തന്നിട്ടുള്ളത്. ഓവർ ടൈമിന്റെ തന്നിട്ടുള്ളത് 150 ആണ്. ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 150 രൂപയാണ് ഓവർ ടൈം ആയിട്ട് സാലറി കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഈക്വൽ കൊടുത്തിട്ട് ഓവർ ടൈം ഹവർ ഇൻറ്റു 150 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓവർ ടൈം സാലറി കിട്ടും. 1200 ആണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള എംപ്ലോയീസിൻ്റെത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റിന് അനുസരിച്ചിട്ട് ഈ ഒരു റേറ്റ്, അതായത് ഈ എമൗണ്ട് ഒക്കെ മാറ്റം വരുമ്പോൾ നമ്മൾ അത് വേറെ വേറെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടില്ല. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് PF ആണ്. PF ഇവിടെ പറയുന്നത് 5% ആണ്. ബേസിക് സാലറിയുടെ 5% ആണ് PF. ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. ബേസിക് സാലറി ഇൻറ്റു 5% എന്ന് കൊടുത്തു കഴിയാം. അപ്പൊ അവിടെ PF വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരുടേത് ഫില്ല് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമുക്ക് അലവൻസുകളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അടുത്ത നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഗ്രോസ് സാലറി ആണ്. അപ്പൊ ഗ്രോസ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ മൊത്തം സാലറി ആണ്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ പ്ലസ് കൊടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സം ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഇവിടെ സം ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈക്വൽ സം എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു. അതിൽ ഫസ്റ്റ് നമുക്ക് ബേസിക് സാലറി വേണം. പിന്നെ ഇതിന്റെ ഇടയിൽ 2 കോളം വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് വിട്ടിട്ട് വേണം HR, DA, TA ഓവർ ടൈം സാലറി കൊടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ബേസിക് സാലറി എന്ന് കൊടുത്തു. ഒന്നുകിൽ നമുക്ക് കോമ കൊടുക്കാം, അല്ലെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഈ 2 കോളം വിടാനായിട്ട് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിവിടെ കൺട്രോൾ ആണ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് HR, DA, TA ഓവർ ടൈം സാലറി വരെ. ഇതിൽ PF ഒരു കാരണവശാലും ഇൻക്ലൂഡ് ചെയ്യരുത്. PF എന്ന് പറഞ്ഞാൽ ഡിഡക്ഷൻ ആണ്.
അതായത് എംപ്ലോയീസിന്റെ സാലറിന്ന് ഡിഡക്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് PF. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഡക്ഷൻസ് ഒന്നും ഗ്രോസ് സാലറിയിൽ പെടാൻ പാടില്ല, ഏർണിങ്സ് മാത്രമേ പെടാൻ പാടുള്ളൂ. അപ്പൊ ഞാനിവിടെ ഓവർ ടൈം സാലറി വരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഗ്രോസ് സാലറി കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളവരുടേത് ഫില്ല് ചെയ്യാം. അപ്പൊ എല്ലാവരുടെ ഗ്രോസ് സാലറി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് നെറ്റ് സാലറി ആണ്. നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ ഗ്രോസ് സാലറിന്ന് എന്തൊക്കെ റിഡക്ഷൻസ് ഉണ്ടോ അതെല്ലാം മൈനസ് ചെയ്താൽ ബാക്കി എത്രയാണോ ഉള്ളത് അതാണ് നെറ്റ് സാലറി. അപ്പൊ ഇതിൽ നമുക്ക് PF മാത്രമേ ഡിഡക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളൂ. ഇനി പേഴ്സണൽ ലോണ് വരാം, അതുപോലെ തന്നെ ESI ഇൻഷുറൻസ്, അതുപോലെ തന്നെ ടാക്സ് വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഡിഡക്ഷൻസ് ആണ്. അപ്പൊ ഡിഡക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എന്താണോ ഉള്ളത് അതാണ് നെറ്റ് സാലറി. അപ്പൊ നമ്മുടെ ഗ്രോസ് സാലറി ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഈക്വൽ കൊടുത്തു. ഗ്രോസ് സാലറി സെലക്ട് ചെയ്യുക, അതിൽ നിന്ന് മൈനസ് PF. ഇവിടെ ഡിഡക്ഷൻ PF മാത്രം ആയതുകൊണ്ട് നമ്മൾ PF മാത്രം കൊടുക്കുക. ഇനി പേഴ്സണൽ ലോണോ ESI ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മൈനസ് ചെയ്തിട്ട് വേണം നെറ്റ് സാലറി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ് സാലറി ഇവിടെ കിട്ടിയിട്ടുണ്ട്. 15,600 നിന്ന് 500 പോയി ബാക്കി വരുന്ന സാലറി 15,100 ആണ്. ബാക്കിയുള്ള എംപ്ലോയീസിൻ്റെത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും വന്നു. അപ്പൊ ഇത്രയാണ് എംപ്ലോയീസിന്റെ സാലറി ഡീറ്റെയിൽസ്. ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് ഡാറ്റാസ്, ഒരുപാട് ഡീറ്റെയിൽസുകൾ ഉണ്ടെങ്കിൽ വലിയൊരു ടേബിൾ ആയിട്ടായിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോസിന്റെ ലെങ്ത് കൂടുന്നു വിചാരിച്ചിട്ടാണ്. ഇനി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി, വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ എക്സലിലെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.